നമസ്കാരം. പുടിനെ ചുവന്ന പരവതാനി വിരിച്ചു സ്വീകരിച്ചതും ചർച്ച നടത്തിയതും ഒക്കെ ട്രംപ് തന്നെ. പക്ഷേ ഇന്ത്യയോടുള്ള കലി ട്രംപിന് എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് പൂർണ്ണമായും മാറുന്നില്ല. റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കാൻ സൗഹൃദ രാജ്യമായ ഇന്ത്യക്ക് ചുമത്തിയ തീരുവയിൽ ഇളവ് എന്ന തരത്തിൽ ട്രംപ് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യയുമായുള്ള വാണിജ്യ ബന്ധം ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ട്രംപിന്. ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ വലിയ ഉദാഹരണമാണ് കരാറിൽ നിന്ന് തുടർന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം. റഷ്യയുടെ പേരിലാണ് ഇന്ത്യയുമായുള്ള ശത്രുത എന്ന് പറയപ്പെടുന്നത്. എന്നാൽ അപ്പോഴും ഇന്ത്യ എന്റെ സഹോദര രാജ്യമാണെന്നും ട്രംപ് വലിയ വായിൽ പറയുന്നുണ്ട്. എന്നാൽ ആ റഷ്യയുടെ ഭരണാധികാരിയെ ആചാര മര്യാദകളോടെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച ട്രംപിന് ഇന്ത്യയോട് മാത്രം ഇപ്പോഴും അയിത്തം നിലനിൽക്കുന്നു. എങ്കിൽ ട്രംപിന് ഇന്ത്യയോടുണ്ടായിരുന്നത് റഷ്യയുമായി ചേരുന്ന നീരസം മാത്രമല്ല, ഇന്ത്യ കൈവരിക്കുന്ന ദ്രുതഗതിയിലുള്ള വളർച്ചയുടെ നീരസം കൂടിയാണ് എന്ന കാര്യം ഇതോടെ ഉറപ്പാവുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി റിപ്പോർട്ട്. കരാർ സംബന്ധിച്ച ചർച്ചകൾക്കായി ഓഗസ്റ്റ് രണ്ടാം പകുതിയിൽ ഇന്ത്യയിലേക്ക് നടത്താനിരുന്ന US ഉദ്യോഗസ്ഥരുടെ സന്ദർശനം റദ്ദാക്കിയെന്ന വിവരവും ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വ്യാപാര കരാർ നടപ്പിലായില്ല എങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയ പ്രഖ്യാപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇടയാക്കിയേക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിച്ചതിനു ശേഷം ആരംഭിച്ച വ്യാപാര കരാർ ചർച്ചകൾ 5 റൗണ്ടുകൾ പൂർത്തിയാക്കിയെങ്കിലും കാർഷിക മേഖലയിലെ വിയോജിപ്പുകൾ കാരണം മുടങ്ങിയിരിക്കുകയാണ്. US തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കണമെന്ന ഇന്ത്യയുടെ ദീർഘകാല നിലപാട് ഈ ആവശ്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. പ്രധാനമന്ത്രി മോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ കർഷകർ, മത്സ്യബന്ധന തൊഴിലാളികൾ, കാലികളെ വളർത്തുന്നവർ എന്നിവരുടെ ക്ഷേമം തന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തതും ഈ പശ്ചാത്തലത്തിലാണ്. ഇവരുടെ ക്ഷേമത്തിനായി വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെന്ന് തനിക്ക് അറിയാമെന്നും പക്ഷെ താൻ അതിനും തയ്യാറാണ് എന്നുമായിരുന്നു പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. US പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയത് നിലവിൽ ലോകത്തെ ഏതെങ്കിലും രാജ്യത്തിന് ഏർപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന തീരുവയാണ്. ഓഗസ്റ്റ് 7 പ്രഖ്യാപിച്ച 25% തീരുവ ഇതിനകം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേര് പറഞ്ഞ് ഏർപ്പെടുത്തിയ അധിക 25% തീരുവ ഓഗസ്റ്റ് 27 നിലവിൽ വരും. ഈ അധിക തീരുവ ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകാമെന്നും US ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ എണ്ണ ഇറക്കുമതി 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണെന്ന് ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട്. റഷ്യൻ എണ്ണ ഇറക്കുമതി മറ്റു പല രാജ്യങ്ങളും നടത്തുന്നുണ്ട്. ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നത് അന്യായവും ന്യായീകരിക്കാനാകാത്തതുമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത്. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തിന് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അലാസ്കയിൽ നടത്തിയ ചർച്ചകളിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ ഉണ്ടാകാത്തതിനാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് സെക്കൻഡറി തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈസന്റ് ബൂംബെർഗിനോട് നടത്തിയ അഭിമുഖത്തിൽ പുടിന്റെ മനോഭാവം പ്രതീക്ഷിച്ചതിന് വിപരീതമാണ് എന്ന് പറഞ്ഞിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇന്ത്യക്കെതിരായ തീരുവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. 2024 ഇന്ത്യയുടെ US-ലേക്കുള്ള കയറ്റുമതി $87 ബില്യൺ ആണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയാണ് US എന്ന് സാരം. 50% തീരുവ ടെക്സ്റ്റൈൽ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഓട്ടോ ഭാഗങ്ങൾ, സീ ഫുഡ് തുടങ്ങിയ മേഖലകളെ പ്രതികൂലമായി ബാധിക്കും. മൂഡീസ് റേറ്റിംഗ്സ് പ്രകാരം ഈ തീരുവ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വെല്ലുവിളിയാകും. GDP വളർച്ച 0.3% വരെ കുറയ്ക്കുന്നതിലേക്കും കാര്യങ്ങൾ നയിക്കും. വാൾമാർട്ട്, ആമസോൺ, ടാർഗറ്റ് തുടങ്ങിയ US റീറ്റെയിലർമാർ ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ, വസ്ത്ര ഓർഡറുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പല ഇന്ത്യൻ കമ്പനികളും ഇപ്പോൾ വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉൽപാദനം മാറ്റാനും പദ്ധതിയിടുന്നുണ്ട്. വെള്ളിയാഴ്ച ഒരു ഉന്നതതല ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്ത പ്രധാനമന്ത്രി തീരുവ വർധനയുടെ ആഘാതം പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനുമായും UK-യുമായും സ്വതന്ത്ര വ്യാപാര കരാറുകൾ വേഗത്തിലാക്കാനും ചൈനയുമായുള്ള ബന്ധം സ്ഥിരപ്പെടുത്താനുമാണ് നിലവിൽ ഇന്ത്യയുടെ ശ്രമം. വിദഗ്ധർ ഈ തീരുവ പ്രഖ്യാപനത്തെ ഇന്ത്യ US ബന്ധത്തിലെ ഏറ്റവും മോശം പ്രതിസന്ധി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഓഗസ്റ്റ് 27 മുൻപുള്ള 21 ദിവസത്തെ കാലാവധി റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ പുനർചിന്തനം നടത്തിയാൽ തീരുവയിൽ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച